എം പിമാരുടെ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ്. കേരളത്തിന്റെ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത്. അവിടെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായി, ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവും. എന്താണ് സംഭവിച്ചത്? അവിടെ എല്ലാ എം പിമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരള താല്പര്യത്തിന് വേണ്ടി ഇടപെടുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടതെന്നാണ് ആമുഖത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ചില എം പിമാർ വസ്തുതക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിലൊന്ന് പാലക്കാട് എം പി ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. അതിലൊന്ന് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കേരളത്തിലെ മുൻ ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്തില്ല എന്നൊക്കെയാണ്. വസ്തുതക്ക് നിരക്കാത്തതാണ് എന്ന് ഞാൻ പറയുകയും 2018 കേരള നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്ത് വന്നപ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കുകയും വിശദീകരണം നടത്തുകയും ചെയ്യുകയും പീയൂഷ് ഗോയലിന് അന്ന് ഈ റെയിൽ ഫാക്ടറിയുടെ കാര്യത്തിലുള്ള നിലപാടിൽ തെറ്റായ രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് 2018 തന്നെ എം പി രാജേഷ് അദ്ദേഹം എം പി ആയിരിക്കെ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ച് പാർലമെൻറ്റിൽ ഉൾപ്പെടെ സംസാരിച്ചതുമാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തെറ്റായ കാര്യങ്ങൾ ആവർത്തിക്കുകയും നേരത്തെ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ യോഗത്തിൽ വന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി ഞാൻ ചോദിച്ചത്. അതിൻ്റെ തുടർച്ചയിലും ചില കാര്യങ്ങൾ വരികയുണ്ടായി ഇതുപോലുള്ള. അപ്പോൾ കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞ് പോകുന്നതിന് പകരം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആ യോഗത്തിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, വസ്തുതകളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസിക നില ചില ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്ന കാര്യം. രണ്ടാമത്തേത്, ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ട പേപ്പറിൽ അവർ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വായ്പാ പരിധി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വായ്പ പരിമിതമാണെന്നും അതുകൊണ്ട് GDP-യുടെ 4.5% വായ്പ എടുക്കണം, അതിനുള്ള അനുമതി വേണമെന്നുള്ളതാണ് അവരുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥനയെക്കുറിച്ച് ഞാൻ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ കേരളത്തിലാകെ കടമാണെന്നും കടം വാങ്ങിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ എന്നുള്ളത് തെറ്റായ തീരുമാനമാണ്, ദിശയിലേക്കുള്ള കാര്യങ്ങളുടെ പോക്കാണ് എന്നൊക്കെയാണ് അവരെന്ന് പറഞ്ഞിരുന്നത്. അപ്പം നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ലഭ്യമായിട്ടുള്ള GDP-യുടെ നിശ്ചിത പേഴ്സൻറ്റിനേക്കാൾ കൂടിയ ശതമാനം വായ്പ വേണം എന്ന് ആവശ്യപ്പെടുന്നതിനാണ് എം പിമാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വൈരുദ്ധ്യം അവിടെ കിടക്കുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാൻ. ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതത്തെ സംബന്ധിച്ചും അജണ്ടയിലുണ്ട് എന്ന് പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്ന തുകയിൽ നിന്ന് വലിയ നിലയിലുള്ള കുറവുണ്ടായി എന്നുള്ളത് എം പിമാരുടെ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെട്ട രേഖയിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു നമ്മുടെ പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വിഹിതത്തിൽ വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ടും കാണാം. കാരണം വസ്തുതകളെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നല്ലത് തന്നെ. ഈ ധവളപത്രം, സർക്കാർ വന്നതിന് ശേഷമുള്ള ധവളപത്രം, അതിനുശേഷം നടത്തിയ ബഡ്ജറ്റ്, ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രത്തിൻ്റെ അവഗണന സംബന്ധിച്ച് പരാമർശിക്കാതെ കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിമർശനമാണ് ധവളപത്രത്തിലും ഒപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ എം പിമാരുടെ യോഗത്തിൽ യഥാർത്ഥ വസ്തുതയിലേക്ക് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനും വരേണ്ടി വന്നില്ലേ എന്നുള്ളതല്ലേ? അവതരിപ്പിക്കപ്പെട്ട അജണ്ടയിൽ യഥാർത്ഥ വസ്തുത ചൂണ്ടിക്കാണിക്കുന്ന, വസ്തുതകൾ വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്കുള്ള ഫണ്ട് വിഹിതത്തിൽ വന്നിട്ടുള്ള കുറവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഊർജ്ജ മേഖലയുടെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെങ്കിലും വായ്പാ പരിധി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണിക്കുന്നത് നേരത്തെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നയവും കാര്യമാണ് അവർ ഇപ്പോൾ കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കാരണം ഇന്ന് പ്രധാനപ്പെട്ട മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി മാത്രമല്ല പങ്കെടുക്കാതിരുന്നത്. ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ്റെ പോയിന്റുകളിലൊന്ന് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മനുഷ്യർ, വന്യജീവികളാൽ ആക്രമിക്കപ്പെടുന്ന എത്രയോ ആളുകൾ പടഞ്ഞു മരിക്കാനിടയായിട്ടുള്ള, കൊലപ്പെട്ടിട്ടുള്ള, വന്യമൃഗങ്ങളുടെ അക്രമത്തിനിടയായി കൊലപ്പെട്ടിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ സുപ്രധാന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണമെന്നുകൂടി ചർച്ച ചെയ്യുന്നൊരു യോഗത്തിൽ ഫോറസ്റ്റ് മിനിസ്റ്റർ പങ്കെടുത്തില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വലിയ വലിയ പെശകാണ്. നിർബന്ധമായി പങ്കെടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ
മുൻകൂട്ടി തന്നെ ആ വിഷയം ആ കോൺഫറൻസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഇന്ന കാരണത്താൽ ഫോറസ്റ്റ് മിനിസ്റ്റർ ഇല്ല എന്ന കാര്യം അറിയിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റും ഹോമും ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ കാര്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് ക്രിയാത്മകമായിട്ടുള്ളൊരു വിശദീകരണം നൽകണമെങ്കിലും ആ മിനിസ്റ്റേഴ്സാണല്ലോ അതിൻ്റെ പോളിസിയുടെ കാര്യങ്ങൾ അതോറിറ്റി എന്നുള്ളത്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഇല്ലായ്മ വലിയ പ്രയാസം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.